ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് KCS ആക്ട് ആൻഡ് KCS റൂൾസ് ആണ്. ബികോം കോർപ്പറേഷൻ HDC CSCB സിലബസുകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് KCS ആക്ടും KCS റൂൾസും. KCS ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ്. ഇത് കംപ്ലീറ്റ് നെയിം എന്ന് പറയുന്നത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ആണ്. അതായത് 1969 കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നത്. അടുത്തത് ഇതിൽ പറയുന്നത് ഇതറിയപ്പെടുന്നത് ആക്ട് 21 ഓഫ് 1969, അതായത് 1969 ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പാസ്സാക്കിയിട്ടുള്ള 21ാമത്തെ നിയമമാണ് KCS ആക്ട് 1969. ഇത് നിലവിൽ വന്നത് 15 മെയ് 1969 ആണ്. അതേപോലെ തന്നെ ഇതിൽ 110 സെക്ഷനും ഉണ്ട്, 16 ചാപ്റ്റേഴ്സും ഉണ്ട്. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് KCS റൂൾസ് ആണ്. ആക്ട് റൂളൊക്കെ കമ്പയർ ചെയ്ത് പഠിക്കുകയാണ് എളുപ്പം. കാരണം ഏകദേശം ഡേറ്റ്സ്, അതേപോലെ ചാപ്റ്ററുകൾ, പിന്നെ സെക്ഷൻസ്, എത്ര റൂൾ ഉണ്ട്, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഒന്നുകൂടി എളുപ്പമായിരിക്കും. ആക്ട് പറഞ്ഞ പോലെ തന്നെ KCS റൂൾസിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസ് 1969 തന്നെയാണ്. ഇത് വന്നത് 14 ജൂലൈ 1969. അപ്പോൾ എങ്ങനെയാണ് ആക്ട് വന്നത് 15/5/1969 ആണെങ്കിൽ റൂള് വന്നത് 14/7/1969 ആണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആക്ട് വന്നിട്ടാണ് പിന്നെ റൂൾ വരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ആദ്യം ഒരു നിയമം ഉണ്ടാക്കുന്നു, ആ നിയമമാണ് ആക്ടിൽ പറയുന്നത്. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് പിന്നീടല്ലേ നമ്മൾ തീരുമാനിക്കുക. അതുകൊണ്ട് തന്നെ ആ റൂളിൽ പറയുന്നത് ആ ഒരു കാര്യം എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആക്ട് 15/5/1969 വന്നു, റൂൾ വന്നത് അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടാണ്. എപ്പോൾ? 14/7/1969. പിന്നെ പറയുന്നത് ആക്ടിൽ 110 സെക്ഷനാണുള്ളത്, റൂളിൽ 201 റൂളുണ്ട്. ആക്ടിൽ എന്താണ് പറയുന്നത്? ആ ജസ്റ്റ് നിയമം എന്താണ്, അപ്പോൾ ആ കാര്യം എന്താണെന്നുള്ളത് ആക്ടിൽ പറയുന്നു. പക്ഷെ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത്, അതിൻ്റെ ഓരോ പ്രൊസീജിയറും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അതിൻ്റെ റൂളിലാണ്. അതുകൊണ്ട് തന്നെ ആക്ടിനേക്കാൾ കൂടുതൽ നമ്പർ റൂൾസിലുണ്ടായിരിക്കും. സോ ടോട്ടൽ സെക്ഷൻസ് പറയുന്നത് 110, റൂൾസ് പറയുന്നത് 201. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ടോട്ടൽ ചാപ്റ്റർ 16 ചാപ്റ്ററാണ് ആക്ടിലുള്ളത്, റൂളിൽ പറയുകയാണെങ്കിൽ 15 ചാപ്റ്ററാണ്. ഇത്രയും കാര്യമാണ് പറയുന്നത്. KCS ആക്ടും KCS റൂൾസ് രണ്ടും വന്നത് 1969 KCS ആക്ട് അറിയപ്പെടുന്നത് ആക്ട് 21 ഓഫ് 1969 ആണ്. ആക്ട് വന്നത് 15/5/1969 റൂൾ വന്നത് 14/7/1969 ആണ്. പിന്നെ പറയുന്നത് ടോട്ടൽ സെക്ഷൻ എന്ന് പറയുന്നത് 110, റൂള് പറയുന്നത് 201 റൂൾസ് ആണ്. പിന്നെ 16 ചാപ്റ്ററാണ് ആക്ടിലുള്ളത്, റൂളിൽ വരുന്നത് വെറും 15 ചാപ്റ്ററാണ്. നമുക്കറിയാം 1969 വന്ന ഒരു ആക്ട് ഇന്നും അതേപോലെ അപ്ലൈ ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. കാരണം 1969 അവസ്ഥയല്ല ഇന്ന്. കാരണം ഇന്നത്തെ അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആളുകളുടെ ആയാലും, ഒരു സൊസൈറ്റി നിലനിൽക്കുന്ന അന്തരീക്ഷമായാലും, പൊളിറ്റിക്കലി ആയാലും, ഫിനാൻഷ്യലി ആയാലും എല്ലാ രീതിയിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ ആ ആക്ടിലും റൂളിലും കൊണ്ടുവരിക എന്നുള്ളത് ആവശ്യമാണ്. അതിൻ്റെ ബേസിൽ തന്നെ KCS അമെൻമെൻറ്റ് ആക്ട് 2023 വന്നു. KCS അമെൻമെൻറ്റ് ആക്ട് 2023 എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ആക്ട് 2023 ആണ്. ഇത് ഒഫീഷ്യലി വന്നത് 7th ജൂൺ 2024 ആണ്. അപ്പോൾ ആക്ട് വന്നത് ആക്ട് അറിയപ്പെടുന്നത് KCS അമെൻമെൻറ്റ് ആക്ട് 2023 എന്നും അത് നിലവിൽ വന്നത് ജൂൺ 7, 2024 നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലൊക്കെ പാസ്സായിട്ടാണ് നിലവിൽ വരുന്നത്. അപ്പോൾ 26 ഏപ്രിൽ 2024 അത് പാസ്സായി നിലവിൽ വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 7 ജൂൺ 2024. അതേപോലെ ഇത് പാസ്സാവുന്നത് 26 ഏപ്രിൽ 2024 ആണ്. ഈ ആക്ട് അറിയപ്പെടുന്നത് ആക്ട് 9 ഓഫ് 2024 ആണ്. അതേപോലെ തന്നെ ഈ ഒരു ആക്ട് അറിയപ്പെടുന്നത് 74th ഇയർ ഓഫ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. റിപ്പബ്ലിക് ഇന്ത്യയിലെ 74th ഇയറിലാണ് ഈ KCS അമെൻമെൻറ്റ് ആക്ട് 2023 വരുന്നത്. KCS അമെൻമെൻറ്റ് ആക്ട് 2023 വന്ന പോലെ തന്നെ റൂളും അതിനനുസരിച്ച് മാറുകയുണ്ടായി. അതായത് ആക്ടിൽ നിയമം മാറിക്കഴിഞ്ഞാൽ അത് ചെയ്യേണ്ട പ്രൊസീജിയർ ഓട്ടോമാറ്റിക്കലി മാറും. അപ്പോൾ റൂളിലും അതിൻ്റേതായ അമെൻമെൻറ്റ്സ് വരുത്തണം. സോ അതിൻ്റെ കംപ്ലീറ്റ് നെയിം എന്ന് പറയുന്നത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് റൂൾ 2024 ആണ്. ഇത് നിലവിൽ വരുന്നത് 31 ഡിസംബർ 2024 ആണ്. ഇതിൽ മെയിനായിട്ട് നോക്കാനുള്ളത് ആ 2 ഡേറ്റാണ്. ആക്ട് റൂള് വന്ന ദിവസം ആക്ട് വരുന്നത് 7th ജൂൺ 2024 ആണെങ്കിൽ റൂള് വരുന്നത് 31 ഡിസംബർ 2024 ആണ്. നമ്മൾ ആക്ട് റൂള് എന്താണെന്ന് പഠിച്ചു. ഇനി അത് ഉണ്ടാക്കുന്ന അതോറിറ്റീസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഏതൊരു ആക്ട് ആയാലും ആക്ട് ആദ്യം കൊണ്ടുവരുന്നത്, ആക്ട് ഫ്രെയിം ചെയ്യണത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. അതൊരു ഹയർ അതോറിറ്റിയാണ്. എന്നാൽ റൂൾ ഫ്രെയിം ചെയ്യണത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. അതായത് ഇപ്പോൾ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആദ്യം അവതരിപ്പിക്കുന്നതും പാസ് ചെയ്യണതൊക്കെ
ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലാണ്. എന്നാൽ അതെങ്ങനെ നടപ്പിലാക്കണം, അതിന് വേണ്ട പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ വഴിയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ആക്റ്റും റൂളും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അവിടെ ആക്റ്റിൽ എന്താണോ പറയുന്നത് അതായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾറെഡി റൂളിനേക്കാൾ എപ്പോഴും ആക്റ്റിൽ എന്താണോ പറയുന്നത് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. അതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്, ഇഫ് കോൺഫ്ലിക്റ്റ് ഒക്കർ ബിറ്റ്വീൻ ആക്ട് ആൻഡ് റൂൾ ആക്ട് വിൽ പ്രിവൈൽ. അതായത് ആക്ട് റൂളിന് തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വന്നാൽ, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അവിടെ നടപ്പിലാക്കുക ആക്റ്റിൽ എന്താണോ പറയുന്നത് ആ കാര്യമായിരിക്കും. ആൾറെഡി നമ്മൾ ആക്ട് റൂളും എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ അതിൽ പറഞ്ഞു, ആക്ടിൻ്റെ കേസിൽ 110 സെക്ഷൻ ഉണ്ട്, 16 ചാപ്റ്റർ ഉണ്ട്. അതേപോലെ റൂളിൻ്റെ കാര്യത്തിൽ പറഞ്ഞു 201 റൂളുണ്ട്, 15 ചാപ്റ്റർ ഉണ്ട്. അതേപോലെ വരുന്ന ഒന്നാണ് ഷെഡ്യൂള്. ആക്റ്റിൽ ഷെഡ്യൂളും റൂളിൻ്റെ കേസിൽ അതിന് പറയുന്നത് അപ്പൻഡിക്സസ് ആണ്. അപ്പോൾ 3 ഷെഡ്യൂളും വരുന്നുണ്ട്, അപ്പൻഡിക്സും റൂളിൽ 3 വരുന്നുണ്ട്. അത് ഏതൊക്കെയെന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. KCS ആക്ടിലെ ഷെഡ്യൂൾസിനെ പറ്റിയാണ് പറയുന്നത്. ടോട്ടൽ 3 ഷെഡ്യൂൾസ് ആണുള്ളത്. ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2, ഷെഡ്യൂൾ 3. ഷെഡ്യൂൾ 1 എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം CSEB എക്സാം നടത്തുന്നുണ്ട്. ആ CSEB എക്സാം നടത്തുന്നത് എന്തിനാണ്? ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് സെക്രട്ടറി പോസ്റ്റൊക്കെ നടത്തുന്നത് പ്രൈമറി കാറ്റഗറി സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ ഇതിൽ പറയുന്നത് ഷെഡ്യൂൾ 1 എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പെക്സ് ആൻഡ് സൊസൈറ്റി സെൻട്രൽ സൊസൈറ്റീസിലേക്കുള്ള അപ്പോയിൻമെൻറ്റ് PSC വഴി തന്നെ നടത്തണം. അതാണ് ഷെഡ്യൂൾ 1 പറയുന്നത്. അത് പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 83A ആണ്. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റീസിലേക്കുള്ള എംപ്ലോയീസിൻ്റെ അപ്പോയിൻമെൻറ്റ് PSC വഴി തന്നെ നടത്തണം. അത് CSEB വഴി പാടില്ല. എന്നാൽ പ്രൈമറി സൊസൈറ്റീസിലേക്കൊക്കെ നമുക്ക് CSEB എക്സാം വഴി നടത്താൻ പറ്റും. സെക്കൻഡ് ഷെഡ്യൂളിൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ICA പുറത്തിറക്കിയിട്ടുള്ള കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ പറ്റിയിട്ടാണ് സെക്കൻഡ് ഷെഡ്യൂളിൽ പറയുന്നത്. അതിനെപ്പറ്റി പറയുന്നത്, ഡിഫൈൻ ചെയ്യുന്നത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ സെക്ഷൻ 2ECCയിലാണ്. പിന്നെ ഷെഡ്യൂൾ 3 പറയുന്നത് ടൈം ലിമിറ്റാണ്. ഈ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മളൊരു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ രജിസ്ട്രേഷന് വേണ്ട ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് മാനേജിംഗ് കമ്മിറ്റി ഇത്ര ദിവസത്തിനുള്ളിൽ ഒരു ഡിസിഷൻ എടുക്കണം. ഒന്നില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ റിജക്ട് ചെയ്യുക. അത് ഏത് ഡിസിഷൻ ആണെങ്കിലും ഇത്ര ദിവസത്തിനുള്ളിൽ എടുക്കുക. ആ ഡിസിഷൻ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് അപ്പീൽ പോകാൻ പറ്റും. അതിന് ഒരു പർട്ടിക്കുലർ ടൈം ഉണ്ടാവും. അങ്ങനെ ഓരോന്നിനും എത്ര ദിവസം വേണമെന്ന് കൃത്യമായിട്ട് ഈ ഷെഡ്യൂൾസിലാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് KCS ആക്ടിൽ ടോട്ടൽ 3 ഷെഡ്യൂൾസ് ആണുള്ളത്. ഷെഡ്യൂൾ 1 പറയുന്നത് സെൻട്രൽ ആൻഡ് അപ്പെക്സ് സൊസൈറ്റീസിലേക്കുള്ള അപ്പോയിൻമെൻറ്റ് നടത്തുന്നത് PSC വഴിയായിരിക്കണം. സെക്കൻഡ് ഷെഡ്യൂളിൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ പറ്റിയാണ് പറയുന്നത്. തേർഡ് ഷെഡ്യൂളിൽ ടൈം ലിമിറ്റിനെ പറ്റി പറയുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KCS റൂൾസിലെ അപ്പൻഡിക്സസിനെ പറ്റിയാണ്. ടോട്ടൽ 3 അപ്പൻഡിക്സ് ആണുള്ളത്. അപ്പൻഡിക്സ് 1, അപ്പൻഡിക്സ് 2, അപ്പൻഡിക്സ് 3. അതിൽ അപ്പൻഡിക്സ് 1 പറയുന്നത് രജിസ്റ്റേഴ്സ് ടു ബി മെയിൻറ്റൈൻഡ് ബൈ SCU ആൻഡ് CCU. അതായത് SCU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ്. CCU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. അതായത് ഒന്ന് സ്റ്റേറ്റ് തലത്തിലും ഒന്ന് താലൂക്ക് തലത്തിലും. അപ്പോൾ KCS റൂൾസിലെ അപ്പൻഡിക്സ് 1 പറയുന്നത് CCയും SCയും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഏതൊക്കെ രജിസ്റ്റേഴ്സ് ആണ് അതിനെ പറ്റിയാണ്. അപ്പൻഡിക്സ് 2 പറയുന്നത് ഫോംസിനെ പറ്റിയാണ്. ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഓരോ ഫോംസ് കൊടുക്കില്ലേ, ഓരോ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. അതേ ഫോംസിനെ തന്നെയാണ് ഇവിടെ മെൻഷൻ ചെയ്യണത്. ടോട്ടൽ 39 ഫോംസ് ആണുള്ളത്. ഫോംസിനെ പറ്റി ഡിഫൈൻ ചെയ്യുന്നത് റൂൾ 2Fലാണ്. അത് പഠിക്കാൻ എളുപ്പമാണ്. ഫോം F ഫോർ ഫോംസ് അത് മെൻഷൻ ചെയ്യണത് റൂള് 2Fലാണ്. അടുത്തത് അപ്പൻഡിക്സ് 3 ആണ്. അപ്പൻഡിക്സ് 3 പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റി അക്കോർഡിംഗ് ടു ടൈപ്പ്, ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് സ്റ്റാഫ് പാറ്റേൺ. ഒരു സൊസൈറ്റീനെ അതിൻ്റെ ടൈപ്പ്, ഫിനാൻഷ്യൽ പൊസിഷൻ, സ്റ്റാഫ് പാറ്റേൺ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് അപ്പൻഡിക്സ് 3 പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ആ ടൈപ്പ്, ഫിനാൻഷ്യൽ പൊസിഷൻ, സ്റ്റാഫ് പാറ്റേൺ ആണ്. കാരണം റൂൾ 15 പ്രകാരം രജിസ്ട്രാർ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തുന്നുണ്ട്. അത് ഏതിൻ്റെ ബേസിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ്സിൻ്റെ ബേസിലാണ്. എന്നാൽ ഇവിടെ ആ ക്ലാസിഫിക്കേഷൻ അല്ല, വേറൊരു ക്ലാസിഫിക്കേഷനാണ്. ഇവിടെ ക്ലാസിഫൈ ചെയ്യുന്നത് സ്റ്റാഫ് പാറ്റേൺ, ഫിനാൻഷ്യൽ പൊസിഷൻ ഒരു സൊസൈറ്റിയുടെ ടൈപ്പിൻ്റെ ബേസിലാണ്. ഇത്രയാണ് അപ്പൻഡിക്സസിൽ വരുന്നത്. KCS ആക്ടിൽ ഷെഡ്യൂൾസ് ആണ്, അത് 3. KCS റൂൾസിൽ അപ്പൻഡിക്സസ് ആണ്, അത് 3. കോൺസ്റ്റിറ്റ്യൂഷനിൽ ടോട്ടൽ 12 ഷെഡ്യൂൾ ഉണ്ട്. അതിൽ 7th ഷെഡ്യൂളിൽ 3 ലിസ്റ്റ് പറയുന്നുണ്ട്. ആ 3 ലിസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആയിരിക്കും, അതായത് യൂണിയൻ ലിസ്റ്റ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ്, അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിസിഷൻ എടുക്കുന്ന കാര്യമായിരിക്കും. മൂന്നാമത്തെ കൺകറൻറ്റ് ലിസ്റ്റ്. കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ജോയിൻ ചെയ്തിട്ടാണ് ഡിസിഷൻ എടുക്കുക. അതിൽ
സെവൻത്ത് ഷെഡ്യൂളിലെ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യമാണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ടോട്ടൽ 12 ഷെഡ്യൂളുണ്ട്. അതിൽ സെവൻത്ത് ഷെഡ്യൂളിൽ 3 ലിസ്റ്റ് ഉണ്ട്. അതിലെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് കോർപ്പറേഷനെ പറ്റി പറയുന്നത്. ഇനി ഈ 3 ലിസ്റ്റിൽ എന്തൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് ജസ്റ്റ് നോക്കാം. ലിസ്റ്റ് 1 എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റാണ്. യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് ബാങ്കിങ്, അതേപോലെ തന്നെ റെയിൽവേ, ഡിഫൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ലിസ്റ്റ് 2 എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നത് കോർപ്പറേഷൻ, പിന്നെ അതേപോലെ തന്നെ പോലീസ് ഒക്കെ ഇതിലാണ് വരുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് ലിസ്റ്റ് 3 കൺകറൻറ്റ് ലിസ്റ്റ്. കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഉണ്ടായിരിക്കും, സെൻട്രൽ ഗവൺമെൻറ്റും ഉണ്ടായിരിക്കും. അതിൽ വരുന്ന ടോപ്പിക്സ് ഏതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ, ഇലക്ട്രിസിറ്റി, മാരേജ്, ഡൈവേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. KCS ആക്ട് ആൻഡ് റൂളിനെ പറ്റിയിട്ട് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. KCS ആക്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ആണ്. ഇതറിയപ്പെടുന്നത് ആക്ട് 21 എന്നാണ്. ഇത് നിലവിൽ വന്നത് 15/5/1969 ആണ്. റൂള് വന്നത് 14/7/1969 ആണ്. ആക്ടിൽ സെക്ഷൻസ് ആണുള്ളത്. സെക്ഷൻ 110 സെക്ഷൻ ഉണ്ട്. റൂളിൽ 201 റൂളുണ്ട്. പിന്നെ ആക്ടിൽ 16 ചാപ്റ്റർ ഉണ്ട്. റൂളിൽ 15 ചാപ്റ്റർ. പിന്നെ നമ്മൾ ഷെഡ്യൂൾസിൻ്റെ കാര്യം പറഞ്ഞു. ഷെഡ്യൂൾ ആക്ടിൽ 3 ഷെഡ്യൂള്, റൂളിൽ 3 അപ്പൻഡിക്സുമാണ്. ഷെഡ്യൂൾ 1 എന്ന് പറയുന്നത് ആക്ടിലെ ഷെഡ്യൂൾ 1 എന്ന് പറയുന്നത് PSC വഴിയായിരിക്കും അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റീസിലെ അപ്പോയിൻമെൻറ്റ്. ഷെഡ്യൂൾ 2 പറയുന്നത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ പറ്റിയിട്ടാണ്. ഷെഡ്യൂൾ 3 പറയുന്നത് ഓരോന്നിനുള്ള ടൈം ലിമിറ്റാണ്. അപ്പൻഡിക്സിൽ ഫസ്റ്റ് 1 പറയുന്നത് റൂളിലാണ് അപ്പൻഡിക്സ് വരുന്നത്. അപ്പൻഡിക്സ് 1 എന്ന് പറയുന്നത് CCU SCU ഏതൊക്കെ രജിസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൻഡിക്സ് 2 പറയുന്നത് ഫോം നമ്പർ ആണ്. അപ്പൻഡിക്സ് 3 പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റി അക്കോർഡിംഗ് ടു ടൈപ്പ്, ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് സ്റ്റാഫ് പാറ്റേൺ. പിന്നെ KCS അമെൻമെൻറ്റ് ആക്ടിനെ പറ്റി നമ്മൾ പറയുകയുണ്ടായി. അത് ഒഫീഷ്യലി വന്നത് 7th June 2024 ആണ്. ഇത് പാസ് ചെയ്തത് ലെജിസ്ലേറ്റീവ് അസംബ്ലി 26 ഏപ്രിലിന് പാസ് ചെയ്തു. ഇതാണ് ആദ്യം പാസ് ചെയ്തത് 26 ഏപ്രിലിന്. നിലവിൽ വന്നത് 7th June 2024. റൂള് നിലവിൽ വന്നത് 31 ഡിസംബർ 2024. ആക്ട് കൊണ്ടുവരുന്നത് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണെങ്കിൽ റൂള് കൊണ്ടുവരുന്നത് ഗവൺമെൻറ് ആണ്. ആക്ടും റൂളും തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ ആക്ടിൽ എന്താണോ പറയുന്നത് ആ കാര്യം നമ്മൾ നടപ്പിലാക്കണം. പിന്നെ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പറഞ്ഞു. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പറ്റൂ. ടോട്ടൽ 12 ഷെഡ്യൂൾസ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത്. അതിൽ 3 ലിസ്റ്റ് ഉണ്ട്. ഷെഡ്യൂൾ 7 പ്രകാരം യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. അതിൽ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് കോർപ്പറേഷൻ വരുന്നത്. താങ്ക്